Today we gonna show Yadagiri Kota. Guys, ഹലോ ഗൈസ്, സ്റ്റെപ്പ് അവിടെയായിപ്പോയി. പക്ഷെ നമ്മള് എത്തിച്ചേർന്നത് ഇവിടെയാണ്. എന്ത് ചെയ്യുന്നു നമുക്ക് അറിഞ്ഞൂടാ. ഹലോ ഗൈസ്, നമ്മള് ഈ വഴി കൂടെ ഒക്കെ പോവാന്ന് നമ്മൾ വിചാരിക്കുന്നു. ഗൈസ്, നമ്മൾ എങ്ങനെയൊക്കെയോ ഇവിടെ എത്തി. സ്റ്റെപ്പൊന്നും കയറേണ്ട വന്നില്ല. നേരെ എത്തി. കണ്ടോ, ആ സ്റ്റെപ്പ് നമുക്ക് കയറേണ്ട വന്നില്ല. നേരെ എത്തി. ബാക്കിൽ സൺസെറ്റ്. നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന്. അടിപൊളി വ്യൂ ആണ്. സൺസെറ്റ് കാണുന്നില്ലേ നിങ്ങള്? ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് നമ്മൾ വീണ്ടും വീണ്ടും കേറിക്കൊണ്ടിരിക്കുകയാണ്. കേട്ടോ, ഇവിടെ കേറാനുണ്ട്. ആടുകളെ വെച്ചിട്ടുണ്ട്. ആടുകളൊക്കെ ഇവിടെയാണ്. എന്താ ഇങ്ങനെ മേഞ്ഞ് നടക്കുന്നത് ഇവിടെയാണ്. പോവാന്ന് അലീന പറയുന്നു. അതുകൊണ്ട് നമ്മൾ കേൾക്കും. വീഡിയോ എടുക്കുന്നത് സീനാണ് കേട്ടോ. ആണ്, സീനാണ്. ഹലോ ഗൈസ്, നമ്മൾ അങ്ങനെ ഇതിന്റെ മുകളിലെത്തിയിരിക്കുന്നത്. ഇനി ദബടയ്ക്ക് പോവാണ്. ഇവിടെ ഗ്രിപ്പൊന്നുമില്ല. പക്ഷെ ഷൂ ഇട്ടോണ്ട് ഗ്രിപ്പ് ഇട്ട് കയറുന്നുണ്ട്. പക്ഷെ ഇറങ്ങുമ്പോ എങ്ങനെ ഇറങ്ങുമെന്ന് നമുക്ക് ഈ വഴി കൂടി നമുക്ക് ഇറങ്ങണം. എങ്ങനെ എത്തും? ഇവിടെ ഇത്രയും വലിയ സ്റ്റെപ്സ് ആണുള്ളത്. കണ്ടോ, മുട്ടിന്റെ പകുതി. ആ, അതന്നെ. ഓ, ഇനിയും ഉണ്ട് മോളിക്ക്. നോക്ക്, അവിടേക്കാണ് നമുക്ക് എത്തണ്ടേ. അവിടെയാണ് ആ കൊടി വെച്ചിരിക്കുന്നേ. ആ കൊടി വെച്ച സ്ഥലത്തേക്കാണ് നമുക്ക് എത്തണ്ടേ. പക്ഷെ എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഇന്ന് അവിടെ എത്തുന്നു. പോണ്ട ചേച്ചി, തിരിഞ്ഞേക്ക് പറ. പോണം പിന്നെ അങ്ങനെ പണിതായിരിക്കും. എന്തോ ഗൈസ്, എന്തോ കൈ കൊണ്ട് പിടിച്ചു വരുന്നുണ്ട്. ഒരു അമ്പലാണ്. നമ്മളിപ്പോ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മള് മല കയറി. ഏതോ ഒരു അമ്പലാന്ന് തോന്നുന്നു. കുറെ കൊടികളൊക്കെ കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ കേറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തിയാ അറിയുള്ളൂ എന്താ സംഭവം. കണ്ടോ, സ്റ്റെപ്പ് ഇങ്ങനെ കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് കേറി നോക്കാം. ഇതാണ് അമ്പലം. നമുക്ക് കേറണമെന്ന് അറിഞ്ഞൂടാ. ഒറ്റയ്ക്കായോണ്ടേ നമുക്ക് കേറണോ വേണ്ടത്. നല്ല പാമ്പങ്ങാനായിരിക്കും. ആ വഴി സ്റ്റെപ്പ് ഉണ്ട്. ഓ, ഇത് വഴി സ്റ്റെപ്പ് പോയിട്ട്. അമ്പലം ഒന്നല്ല,
സ്റ്റെപ്പ് ഒന്നുമില്ല, ഇങ്ങോട്ട് പോയിട്ട് ആ ഏറ്റവും മുകളിലേക്ക് എത്താനുള്ള സംഭവം. ഒറ്റയ്ക്കായോണ്ട് ഇവിടെ മറ്റേ കൊടികളൊക്കെ കണ്ടില്ലേ, ഇങ്ങനെ കൊടികളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ലൈറ്റൊക്കെ കാണുന്നുണ്ട് ആ ഭാഗത്ത്. പിന്നെ നമ്മൾ ഒറ്റയ്ക്കുമാണ്. സോ നമ്മൾ പകൽ സമയത്ത് എപ്പോഴെങ്കിലും വരാമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇവിടം വരെ നമ്മൾ കയറി. പക്ഷെ നമ്മൾ ഒരു ദിവസം അവിടെ ഏറ്റവും മുകളിൽ ആൾക്കാരെ കണ്ടതാണ്, ഏറ്റവും മുകളിൽ ആ കൊടി വെച്ച സ്ഥലത്തൊക്കെ. സോ നമ്മൾ കയറുന്നില്ല, കാരണം നമ്മൾ 3 പെൺകുട്ടികളാണല്ലോ, നമ്മുടെ ഭാവി ശ്രദ്ധിക്കണമല്ലോ. അതുകൊണ്ടാന്ന് വിചാരിച്ച്. ഇവിടെ 3 ഫോട്ടോ പേജുകാരൊക്കെയാണോ, നമ്മൾ തിരിച്ചിറങ്ങാന്ന് വിചാരിക്കും. അപ്പം അത്രേ ഉള്ളൂ. യാദഗിരി കോട്ട നിങ്ങൾക്ക് കാണണമെങ്കിൽ യാദഗിർക്ക് വരിക, എന്നിട്ട് കാണാം. മുകളിൽ കയറണമെങ്കിൽ കയറാം. നമ്മൾ എന്തെങ്കിലും ഒരു ദിവസം പകല് വന്നിട്ട് കയറാന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മള് മല ഇറങ്ങിയിരിക്കുന്നു. അതെ, മല ഇറങ്ങി. ഭയങ്കര അഡ്വഞ്ചറസ് ആണ്. കുറച്ച് നേരത്തെ കയറിയിരുന്നെങ്കിൽ നമുക്ക് എത്താറുണ്ട്. പക്ഷെ പകുതിയോളം ദൂരം നമ്മൾ 3 മണിക്കൊക്കെ 3 മണി 3:30 കൂടി കയറണം. അപ്പൊ നമുക്കൊരു 5 മണി 6 മണിയാകുമ്പോഴേക്കും എത്താം, തിരിച്ചെത്താം. പിന്നെ പറയുകയാണെങ്കിൽ വരുമ്പോ ഷൂ ഇട്ട് വരാം, ഗ്രിപ്പുള്ള ഷൂ ഇട്ട് വരാം. എന്റെ ചെരുപ്പ് കണ്ടില്ലേ, ഈ ചെരുപ്പ് ഇട്ടിട്ടാണ് ഞാൻ പോയത്. പക്ഷെ നല്ലത് ഇവർക്കിടയിൽ അഡ്വഞ്ചറസ് ആയത് കേട്ടോ. യെസ്, അതെ. നല്ല രസമായിരുന്നു. പിന്നെ ഈ വൈകുന്നേരം കാണുന്ന ഈ വ്യൂ ഒക്കെ നോക്കി തെരുവിന്റെ കാരണം എന്താന്ന് വെച്ചാൽ അത്ര അഴുക്കാണെങ്കിലും ഇവിടെ ഒരു ചന്തമുണ്ട്. ഒരു മഞ്ഞ ലൈറ്റ് വരുമ്പോ തന്നെ നല്ല രസമാണ്. സോ യാദഗിറൊക്കെ വരാണെങ്കിൽ ഈ ഫോർട്ട് നിങ്ങൾ വിസിറ്റ് ചെയ്യണം എന്തായാലും. കണ്ടോ, ഇവിടെ 2 സൈഡിലും വീടുകളൊക്കെയാണ്. അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ കയറിയത്. എന്ത് ഗുഡ അല്ലേ? അതെ അതെ, ഗുഡ എന്നിട്ടാണ് ഇവിടെ കന്നഡയിൽ വിളിക്കുക. ആക്ച്വലി ഇതൊരു ഫോറസ്റ്റ് നമ്മൾ പറയും, ഫോർട്ട് എന്ന് പറയും. ഫോർട്ടിന്റെ ഗുഡ എന്നിട്ടാണ് വിളിക്കുക. ഇവിടെ ഫുള്ള് ഇരുട്ടാണ്. അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എല്ലാവരും യാദഗിർ വരാണെങ്കിൽ ഇതൊന്നൊരു അഡ്വഞ്ചറസ് ആയി നോക്കണം. യെസ്, ഗുഡ് വിസിറ്റ്. പിന്നെ അത്ര വലിയ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊന്നും ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുവരെ ടൂറിസം വകുപ്പ് ഒന്നും ഇത് കൺസിഡർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ ഭയങ്കര മോശമായിട്ടാണ് അവിടെയൊക്കെ കാണുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതെന്തായാലും ഒരു ഇതാക്കൂലേ, ട്രക്കിംഗ് സ്പോട്ട് ആക്കില്ലേ ഇതിനൊക്കെ. അപ്പൊ അതാണ്. അപ്പൊ എല്ലാവരും കാണുക. വിസിറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലം എന്തായാലും നമുക്ക് മൺസൂൺ ടൈമിലൊക്കെ വിസിറ്റ് ചെയ്യാവുന്നതാണ്. കുഴപ്പമൊന്നുമില്ല, അത്ര വലിയ വഴുക്കലും പ്രശ്നങ്ങളൊന്നുമില്ല. മഴയൊക്കെ പെയ്യുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ പോയത്. അതെ, ഗ്രിപ്പുള്ള ഷൂട്ട് വന്നാൽ മതി. അതെ അതെ അതെ, ചെരുപ്പിട്ട് വന്നാലും ചെരുപ്പ് പോയി. പക്ഷെ നിറച്ച് ആട്ടുംകാട്ടാണ്, അതുകൊണ്ട് പിന്നെ ആടൊക്കെ അവിടെ മേയ്ക്കാൻ വരും അങ്ങനെ. പക്ഷെ കുഴപ്പമില്ല, സെറ്റാണല്ലേ. യെസ്, ഇവിടെ പിന്നെ മലയാളം അറിയാത്തോണ്ട് റോട്ടിൽ കൂടെ ഇങ്ങനെ ധൈര്യമായിട്ട് എന്ത് വേണേലും വിളിച്ച് പറഞ്ഞു. ആ ഒരു കോൺഫിഡൻസ് നമുക്കുണ്ട്. യെസ് യെസ്, ബൈ. ഓക്കെ, ബൈ ബൈ ഗൈസ്, ബൈ ബൈ ബൈ.